അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു ചിക്കൻ 65 ഉണ്ടാക്കാൻ പോവാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കഴുകി വൃത്തിയാക്കി എടുത്തേക്കുന്ന ചിക്കൻ്റെ അകത്തേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാല, കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് വെച്ച് നല്ല രീതിയിലൊന്ന് ആ പൊടിയെല്ലാം കൂടെ ചിക്കനിലേക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ അതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറും കൂടെ ചേർത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്കിത് ഫ്രൈ ചെയ്യാം. ഒരു പാൻ വെച്ച് ചൂടായി വരുമ്പോഴത്തേക്കിനും അതിൻ്റെ അകത്തേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും ഓരോ പീസ് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. അതുപോലെ നല്ല രീതിയിൽ ചിക്കൻ നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് കരിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല രീതിയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ എല്ലാ സൈഡും നമുക്ക് ഒന്ന് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇത്തിരി കരിഞ്ഞു പോകാതെ നോക്കണം. ഒരുപാട് എണ്ണയൊന്നും ചേർക്കാതെയാണ് നമ്മൾ ഇത് വറുത്തെടുക്കുന്നത്, ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് എണ്ണയൊന്നും ഉപയോഗിക്കാത്തവർക്ക് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. സാധാരണ എല്ലാവരും ചെയ്യുന്ന നല്ല എണ്ണയ്ക്കകത്ത് മുക്കിയിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമുക്കൊത്തിരി എണ്ണയുടെ ആവശ്യമില്ലാത്തവരാണ് നമ്മളിങ്ങനെ ഫ്രൈ ചെയ്യുന്നത്. ഒരുപാട് കരിഞ്ഞു പോകാതെ നോക്കണം. നമ്മൾ എല്ലാം നല്ല രീതിയിൽ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ ഒന്ന് കോരി ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ചിക്കൻ ആ വറുത്ത എണ്ണയിലേക്ക് 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കൊന്നത് മൂപ്പിച്ചിട്ട് ആ ചിക്കൻ വറുത്ത് വെച്ചേക്കുന്ന അതിൻ്റെ അകത്തേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. വേറൊരു പാൻ വെച്ച് അതിൻ്റെ അകത്തേക്ക് തുള്ളി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് പപ്പടം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് ഒന്ന് വറുത്തെടുക്കാം പപ്പടം. എന്നിട്ട് നമുക്ക് ആ ചിക്കനിലേക്ക് ഇട്ട് ഒരു നാരങ്ങയും കൂടെ മുറിച്ച് വെച്ച് കുറച്ച് സവാളയും കൂടെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഈ ചിക്കൻ 65 ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.